ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് നമ്മെയൊക്കെ വേദനിപ്പിക്കുന്നു. കാരണം ഇന്ത്യ നമ്മുടെ പെറ്റമ്മയാണ്, അമേരിക്ക നമ്മുടെ പോറ്റമ്മയാണ്. എന്ന് മാത്രമല്ല നമ്മളിൽ പലരും അമേരിക്കൻ പൗരന്മാരാണ്. അപ്പോൾ അമേരിക്കൻ നിലപാടുകളാണ് നമ്മുടെയും നിലപാട്. അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ അത് ഇന്ത്യക്കെതിരായ ഒരു പ്രശ്നമായി മാറുമ്പോൾ നമ്മൾ ആകപ്പാടെ വിഷമത്തിലാകുന്നു. എന്ന് മാത്രമല്ല ഇവിടെ റേസിസ്റ്റുകളും മറ്റും നമ്മുടെ നേരെ വിരൽ ചൂണ്ടാൻ അത് വഴിയൊരുക്കുകയും ചെയ്യും. അയർലൻഡിലൊക്കെ നമുക്കറിയാം ഇന്ത്യക്കാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളും അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടെ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ എന്നാൽ പോലും മാനസികമായിട്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നു. അപ്പോൾ പിന്നെ ഇനി പിന്നെ അമേരിക്കയിലെ ഉന്നത നേതാക്കളിൽ പലരും ഇങ്ങനെയുള്ള വാഗ്ധോരണി ഇന്ത്യക്കെതിരെയുള്ള പിന്നെ അവരുടെ വാഗ്വിലാസം പ്രകടിപ്പിക്കുന്നു. ഇന്ത്യയിലാകട്ടെ സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്നത് അമേരിക്കയെ തകർത്ത് കളയും, അമേരിക്ക തകർന്നുപോയി ഇന്ത്യയുമായിട്ട് മത്സരിച്ച് ട്രംപിനെ തകർത്ത് കളയും എന്നുള്ള രീതിയിലുള്ള പ്രചാരണം അവിടെയും നടക്കുന്നു. അതും വാസം പറഞ്ഞാൽ ഇത് രണ്ടും ഖേദകരമാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഈ പരസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങളല്ല ഇതെല്ലാം. നയതന്ത്രത്തിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ് ഇവയെല്ലാം. അതിനു പകരം ഇതൊരു പരസ്യ പ്രചാരണവും ഒരു മീഡിയ സർക്കസായി മാറിയിരിക്കുന്നു. അത് ഏറ്റവും ഖേദകരമായ ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതിൻ്റെ എല്ലാം ഒരു പരിണിതഫലം അനുഭവിക്കുന്ന വിഭാഗമാണ് നമ്മുടെ ഇന്ത്യയിലെ അമേരിക്കയിലെ ഇന്ത്യക്കാർ. അപ്പോൾ നമ്മളെ അത് ബുദ്ധിമുട്ടിലാക്കുന്നു, വേദനിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ബ്ലൂംബെർഗിൻ്റെ ഒരു ചർച്ചയിൽ ഈ അമേരിക്കയുടെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് പീറ്റർ എന്നവരു ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതുപോലുള്ള പോസ്റ്റ് പ്രധാനപ്പെട്ടതാണ്. വാണിജ്യ സെക്രട്ടറി പോലെ, കൊമേഴ്സ് സെക്രട്ടറി പോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഇത് യുക്രൈനിൽ നടക്കുന്നത് മോഡിയുടെ യുദ്ധമാണ്. മോഡിയുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയുടെ യുദ്ധം. അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു. ആ എണ്ണ ഉപയോഗിച്ചാണ് ആ എണ്ണയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അത് മോഡിയുടെ യുദ്ധമാണ്. എന്ന് മാത്രമല്ല യുക്രൈൻകാർ ഇങ്ങനെ അവരെ ആക്രമിക്കുന്നതുകൊണ്ട് അവർ അമേരിക്കയോടും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളോടും പണം ചോദിക്കുന്നു, സൈനിക സഹായം ചോദിക്കുന്നു. അപ്പം ഇവിടെ അമേരിക്കയും മറ്റും അവർക്ക് സഹായം കൊടുക്കേണ്ടി വരുന്നു. അതായത് ഇവിടുത്തെ ടാക്സ് പേയേഴ്സിൻ്റെ പണം എടുത്ത് അവർക്ക് കൊടുക്കേണ്ടി വരുന്നു. ഇന്ത്യ കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യുദ്ധം. ഇനി രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇന്ത്യ അരഗൻ്റാണ്, വളരെ അഹങ്കാരി രാഷ്ട്രമാണ്. അതായത് ഇന്ത്യ ഈ എണ്ണ വാങ്ങരുതെന്ന് പറയുമ്പോഴത്തേക്ക് അവർ സോവറൻറ്റിറ്റിയും അവരുടെ ഈ രാജ്യത്തിൻ്റെ പരമാധികാരവും ഇതൊക്കെയാണ് പറയുന്നത്. ഒരു ജനാധിപത്യ രാജ്യം മറ്റൊരു ജനാധിപത്യ രാജ്യങ്ങളോടാണ് ഒട്ടുനിൽക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ജനാധിപത്യ രാജ്യം ഇന്ത്യ ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് റഷ്യയുമായിട്ടാണ് ബന്ധം ഉണ്ടായിരുന്നത്, പണ്ട് കാലം മുതലേ ഉള്ളതാണ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇന്ത്യ അമേരിക്കയുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ചു വരികയായിരുന്നു. അതാണ് ഇപ്പോൾ ഈ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏതാനും ആഴ്ചകളേ ആയിട്ടുള്ളൂ വാസം പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത്. ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിശയകരമായ ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഈ ചൈനയുമായിട്ട് ഇപ്പം ഇന്ത്യ ബന്ധം പുലർത്തുന്നു, ബന്ധം മെച്ചപ്പെടുത്തുന്നു. ചൈന നിങ്ങളുടെ ട്രഡീഷണൽ പരമ്പരാഗത ശത്രുവാണ്. നിങ്ങളുടെ സ്ഥലം അക്സായി ചിന്നൊക്കെ ചൈന കയ്യേറി വെച്ചിരിക്കുന്നതാണ്. അവിടെയൊക്കെ ആക്രമണം നടത്തുകയും അവർ കയ്യേറുകയും ചെയ്തതാണ്. അക്സായി ചിൻ എന്നുള്ള പേര് ഇന്ത്യക്കാർ എത്ര പേർക്ക് അറിയാവുന്ന എനിക്ക് അതിശയം തന്നെ തോന്നുന്നു. എന്തായാലും അങ്ങനെ വരെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം അതിനു പുറമെ ഈ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് H1 വിസ അതൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇന്ത്യക്കാരാണ് മുതലെടുക്കുന്നത്. ഇന്ത്യയിലെ ഒരു സർക്കസാണത്, ഒരു കുടിൽ വ്യവസായമാണ്, ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിലത്. അതുമൂലം ഇന്ത്യ മുതലെടുക്കുന്നു, ഇവിടുത്തെ ആളുകൾക്ക് ജോലി ഇല്ലാതാവുന്നു. അപ്പോൾ ഇങ്ങനെ പല രംഗങ്ങളിൽ പല നേതാക്കന്മാർ നേരത്തെ സെനറ്റർ ലിൻസെ ഗ്രഹാം പറഞ്ഞിരുന്നു ഈ ഇന്ത്യക്കെതിരെ താരിഫ് കൂട്ടുക അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നടപടികളൊക്കെ എടുക്കണം, ഇന്ത്യയെ തകർത്ത് കളയണം, അങ്ങനെയൊക്കെ എടുത്തു കളഞ്ഞാൽ ഇന്ത്യ തകർന്നു പോകും എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തെ നമ്മുടെ ഇന്ത്യൻ അംബാസഡറൊക്കെ പോയി സന്ദർശിച്ചു എന്ന് നമ്മൾ വാർത്ത കാണുകയുണ്ടായി. എന്തായാലും ഇങ്ങനെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ റെട്ടറിക്, ഈ വാക്കുകൾ ഈ ഉന്നത നേതാക്കളൊക്കെ ഉപയോഗിക്കുന്നത് കഷ്ടമാണ്. ഇതൊക്കെ നയതന്ത്ര തലത്തിൽ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പൊതുരംഗത്ത് വന്ന് വിഴുപ്പലക്കുന്ന ഒരു സ്ഥിതി വരുന്നത്. അപ്പോൾ ഇന്ത്യയിലാകട്ടെ ഇവിടെ ഇപ്പോൾ ട്രംപിൻ്റെ മൂക്കി എത്തിക്കളയും എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണം നടക്കുന്നത്. ഇത് എത്രയോ ഖേദകരമായ ഒരു കാര്യമാണ്. ഇത് അധികൃത തലത്തിൽ നയതന്ത്ര തലത്തിലൊക്കെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അത്
പിന്നെ നമ്മളെയൊക്കെ അലോസരപ്പെടുത്തുന്നു. അതിൻ്റെയൊക്കെ പരിണിതഫലം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ആദ്യപടി എന്ന നിലയിലാണ് ഈ താരിഫ് വന്നിരിക്കുന്നത്. ഇപ്പോൾ താരിഫ് വന്നതോടുകൂടി 50% താരിഫ് വന്നതോടുകൂടി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പലതും ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഈ മലയാളിയിൽ കൊടുത്തിട്ടുണ്ട്. എറിക് ഷൂ, വി.എ. സ്മിത്ത്, ആ കമ്പനികളുടെ ഉടമ വർക്കി എബ്രഹാം, അദ്ദേഹം പറയുന്നത് ഈ മദ്രാസിലാണ് അദ്ദേഹത്തിൻ്റെ ഫാക്ടറി. അവിടുന്ന് ഷൂവും ലെതർ ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരിക എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത്രയും ടാക്സ് കൊടുത്ത് പിന്നെ കൊണ്ടുവരുമ്പം ആ സാധനത്തിനെല്ലാം വില കൂടും. അത്രയും വില കൊടുത്ത് ഇവിടുത്തെ മറ്റ് കമ്പനികളൊന്നും ഇത് വാങ്ങില്ല. അപ്പോൾ പിന്നെ ഒരു ഷൂവിന് 50 രൂപയുള്ള ഷൂവിന് ഇത്രയും ടാക്സ് കൂടി ആകുമ്പോൾ 50, 25, 75, 80 രൂപയാവും. അത്രയും കൂടുതൽ. അപ്പോൾ 50 രൂപയ്ക്ക് തന്നെ ഇവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഷൂ കിട്ടുമ്പം ആരെങ്കിലും പിന്നെ 80 രൂപ കൊടുത്ത് വാങ്ങൂ. അപ്പോൾ ആ താരിഫ് നമ്മളെ നേരിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് പിന്നെ ഇന്ത്യയിൽ നിന്ന് ഫാക്ടറി മാറ്റുന്ന കാര്യം പോലും പലരും ചിന്തിക്കുന്നു മറ്റു രാജ്യങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ നമ്മളെ നേരിട്ട് ബാധിക്കുന്നത് ഇപ്പോൾ കിറ്റക്സ്, പിന്നെ കിറ്റക്സിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ അതെല്ലാം അമേരിക്കയിലാണ് വിറ്റഴിയുന്നത്. അത് പിന്നെ ഈ ടാക്സ് കൂടെ കൊടുത്ത് പിന്നെ ഈ താരിഫ് കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വില അങ്ങോട്ട് ഉയരും. അപ്പോഴത്തേക്ക് നമുക്കത് കോമ്പറ്റീറ്റീവ് അല്ലാത്ത സ്ഥിതി ഇവിടുത്തെ കമ്പനികൾ വരും. അവർ വാങ്ങാതെ വരും. വലിയ ഓർഡറുകളൊക്കെ കൊടുത്തിട്ട് ആ ഓർഡറൊന്നും അവർ പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ അത്രയും പിന്നെ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന അത്രയും പേരെയാണ് അത് ബാധിക്കുക, എത്രയോ ആളുകളെയാണ് അത് ബാധിക്കുക. അതുപോലെ തന്നെ ഈ രത്നം, ഡയമണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ രംഗത്ത് ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പിന്നെ ഗുജറാത്തിലും മറ്റും ആ രംഗത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരെയെല്ലാം നേരിട്ട് ബാധിക്കും. ഡയമണ്ടിനൊക്കെ ഇങ്ങോട്ട് വില കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വാങ്ങാൻ ആളുണ്ടാവില്ല. അതിനേക്കാൾ വില കുറച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് കിട്ടും. അതേ സാധനം തന്നെ, അതേ ക്വാളിറ്റി ഉള്ളത് തന്നെ, വ്യത്യാസം വരാത്തത്. പിന്നെ ആകപ്പാടെയുള്ള ഈ ഫുഡ് പ്രോഡക്ട്സ് ആണ്. അത് പിന്നെ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെയുള്ളവർ തിന്നോട്ടെ എന്നാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞത്. അത് അങ്ങനെയാണ് വേണ്ടതും. ആ നല്ല ഫുഡൊക്കെ അവിടെ ഇന്ത്യക്കാർ തന്നെ കഴിക്കട്ടെ. എന്തിനാ ഇപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് ഈ ഡോളറൊക്കെ മേടിക്കുന്നത് പക്ഷേ നമുക്ക് വിദേശ നാണ്യമില്ലെങ്കിൽ നമുക്കൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങാനാവില്ല എന്തെങ്കിലും സാധനങ്ങൾ. എന്ന് മാത്രമല്ല നമ്മുടെ ആ ശക്തി തന്നെ വിദേശ നാണ്യം ഉണ്ടാവുന്നതിലാണ് നമ്മുടെ ശക്തി തന്നെ. ആ പുറത്തുനിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ കൂടി നമുക്ക് വിദേശ നാണ്യം വേണം. അപ്പോൾ ഡോളറില്ലാതെ പിന്നെ റഷ്യയുമായിട്ട് പിന്നെ രൂപയുടെ നിരക്കിൽ കച്ചവടം നടത്താൻ പറ്റുമെന്ന് ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ബ്രിക്സ് രാജ്യങ്ങളൊക്കെ. പക്ഷേ ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ അമേരിക്കയെ പിണക്കി കഴിഞ്ഞാൽ ഇത്രയും ഇത്രയും വലിയൊരു മാർക്കറ്റും ഇത്രയും സാമ്പത്തികമായിട്ടുള്ളൊരു അനുകൂല അവസ്ഥയും വേറൊരു രാജ്യത്തുമില്ല, വേറൊരിടത്തും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അമേരിക്കയെ പിണക്കുക, ഈ വിപണി ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അതൊരു വലിയ ദോഷം ചെയ്യും. എന്ന് മാത്രമല്ല ഈ താരിഫ് ഒരു ആദ്യപടിയാണ്. ഇനിയും പുതിയ നടപടികൾ ഉണ്ടായാലോ, ഇന്ത്യക്കെതിരെ പുതിയ നടപടികൾ ഉണ്ടായാൽ എന്താവും? ഇപ്പോൾ അടുത്ത പടി നമുക്കറിയാം, H1 വിസ നിർത്തിയോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ കുറവ് വരുത്തിയോ. ഇപ്പം ഈ ചൈനക്കാർക്ക് തന്നെ അവരിവിടെ വന്ന് ടെക്നോളജി എല്ലാം മോഷിച്ചു കൊണ്ടുപോയി ചൈനയെ വലിയ ടെക്നോളജി ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ടുകൂടി ഇപ്പം ചൈനയിൽ നിന്ന് 6 ലക്ഷം പിന്നെ വിദ്യാർത്ഥികൾക്ക് വിസ കൊടുക്കുന്നതാണ് ഇപ്പം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചൈനയുമായിട്ട് ആ ബന്ധം മെച്ചപ്പെടുന്നു. നേരെ മറിച്ച് ചൈനയാണ് ഇന്ത്യയേക്കാൾ കൂടുതൽ ഓയിൽ വാങ്ങുന്നത്, എന്നിട്ട് അവർക്കെതിരെ നടപടിയൊന്നും ഇല്ലാതാനും. അപ്പോൾ ഇന്ത്യയോടുള്ളൊരു വിരോധ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ പിന്നെ വിവേകമുള്ള രീതിയിലാണ് പ്രതികരിക്കേണ്ടതും ഈ കാര്യത്തെ നേരിടേണ്ടതും. അത് നയതന്ത്ര തലത്തിൽ തന്നെയാണ് വേണ്ടതും. നമ്മളിത് കൂടുതൽ വഷളാക്കാനോ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മറ്റു മീഡിയയോ ഒക്കെ പറഞ്ഞ് ഇതൊരു വഷളാക്കുന്ന സ്ഥിതി വരുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അമേരിക്കയില്ലാതെ ഇന്ത്യയില്ലാതെ അമേരിക്കയോ ഒരുപാട് കാലം മുന്നോട്ട് പോകാനാവില്ല. കാരണം രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ആവശ്യമുണ്ട്. പരസ്പരം വിശ്വസിക്കാവുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും, പരസ്പരം വിശ്വസിക്കേണ്ട രാജ്യങ്ങൾ. ഇപ്പോൾ ചൈന ഒരിക്കലും അമേരിക്കയുടെ ഒരു നാച്ചുറൽ പിന്നെ ബന്ധുവായിട്ട് ഒരിക്കലും വരില്ല, ഒരു കോമ്പറ്റീറ്ററായിട്ടേ വരുള്ളൂ എത്ര വന്നാലും. നേരെ മറിച്ച് ഇന്ത്യ അങ്ങനെയല്ല, ഒരു കോമ്പറ്റീറ്റർ അല്ല. ഇന്ത്യ ഒരു സൗഹൃദ രാഷ്ട്രമായിട്ടൊന്നും നിലനിൽക്കുന്നതാണ്. പക്ഷേ എന്തായാലും ഈ രംഗമെല്ലാം ഒന്ന് കലങ്ങി തെളിയുമെന്ന് നമുക്ക് കരുതാം.